പ്രിയപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി അവർകൾ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകൾ, നിങ്ങൾ ഏതു ലോകത്താണ് ജീവിക്കുന്നത്? ഇങ്ങനെ തന്നെ തുടക്കത്തിൽ ചോദിക്കേണ്ടി വരുന്നത് വളരെ വേദനയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പുതിയ യുഗത്തിലാണ് മാനവരാശി. ലോകമാകെ ഗൗരവമായ തോതിൽ ഈ പ്രകൃതിയെ തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയെന്നുള്ള ചർച്ചകൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ, ഗ്രീൻ റോഡുകൾ, ഗ്രീൻ അവന്യൂസ്, ഹരിത വീഥികൾ, ഹരിത ഇടങ്ങൾ, ഹരിത കെട്ടിടങ്ങൾ, ഹരിത നിർമ്മിതികൾ എല്ലാം ഹരിതമായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യം, ലോക സാഹചര്യം. സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും വിമാനത്താവളങ്ങൾ വരെ ഹരിത വിമാനത്താവളങ്ങളായി മാറുന്നു. ദുബായിലും അബുദാബിയിലുമുള്ള മരുഭൂമിയിൽ പോലും പച്ചപ്പ് വച്ച് പിടിപ്പിക്കുന്നു. ഈ വർഷത്തെ ലോകമാകെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അതിന് ഊർജം നൽകുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സിറ്റികളെ തിരിച്ചു പിടിക്കുക, പ്രകൃതിയെ സിറ്റിയിലേക്ക് കൊണ്ടുവരിക. എന്താ അതിൻ്റെ അർത്ഥം? സിറ്റികളിലുള്ള കുളങ്ങൾ സംരക്ഷിക്കുക, നഗരങ്ങളിലെ കുളങ്ങൾ സംരക്ഷിക്കുക, കഴിയുന്നത്ര പുതിയ രൂപത്തിലുള്ള മനോഹരമായ കുളങ്ങൾ നിർമ്മിക്കുക, തോടുകളും നദികളും പുഴകളും നഗരങ്ങളിലുള്ളത് പരമാവധി സംരക്ഷിക്കുക, പരമാവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക. ഇതാണ് ലോകം ഐക്യരാഷ്ട്രസഭയൊക്കെ നമ്മോട് പറയുന്നത്. നിതിൻ ഗഡ്കരി ജി, അങ്ങയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8-10 വർഷമായി ഭാരതത്തിൽ അതിഗൗരവമായി, ഗംഭീരമായി ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നാലും ഞങ്ങളുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങും റോഡ് പണി ധാരാളമായി നടക്കുന്നു. പക്ഷേ ഓരോ റോഡ് പണി കഴിയുമ്പോഴും നിരവധി മരങ്ങളാണ് താഴെ പോകുന്നത്. ഞാൻ ഈ സന്ദേശം ചെയ്യുന്നത് തിരുവനന്തപുരത്തിരുന്നിട്ടാണ്, കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരം. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട്. എന്തുമാത്രം മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്! എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഓരോ മരവും എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ധർമ്മം? ഒരാൾ ഒരു ദിവസം 3 ഓക്സിജൻ സിലിണ്ടറിന് തുല്യമായ ശരാശരി മാർക്കറ്റ് വിലയനുസരിച്ച്, കേരളത്തിലെ ഒരു മാർക്കറ്റ് വിലയനുസരിച്ച് 2100 രൂപയുടെ ഓക്സിജനാണ് ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ശരാശരി ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത്. ഈ ശുദ്ധവായു തരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മരങ്ങൾ കൂടിയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുവാനും ശുദ്ധമായ ഓക്സിജൻ ലഭ്യമാക്കുവാനും മരങ്ങൾ അനിവാര്യമാണ്. സൾഫർ ഡൈ ഓക്സൈഡും ഫ്ലൂറൈഡും വലിച്ചെടുത്ത് കൊണ്ടുപോകുവാൻ കാട്ടുമരങ്ങൾക്ക് കഴിവുണ്ട്. ഒരു ചതുരശ്ര മീറ്റർ ഇലയുടെ പ്രതലം കൊണ്ട് 200 മീറ്റർ വരെ ചുറ്റളവിലുള്ള 120 മൈക്രോൺ തൂക്കം വരെയുള്ള വായുവിൽ നിന്ന് മാലിന്യങ്ങളെ മാറ്റുവാൻ വൃക്ഷങ്ങൾക്ക് കഴിയും. മരങ്ങളും സൂക്ഷ്മ കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ഓരോ പ്രദേശത്തും 2 തരത്തിൽ കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്, സ്ഥൂല കാലാവസ്ഥയും സൂക്ഷ്മ കാലാവസ്ഥയും. സ്ഥൂല കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയില്ലെങ്കിലും നല്ല സൂക്ഷ്മ കാലാവസ്ഥ രൂപപ്പെടുത്തുവാൻ സസ്യ മര വൃക്ഷലതാദികൾ ഉണ്ടെങ്കിൽ കഴിയുന്നതാണ്. നഗരവൽക്കരണം വ്യാപകമാകുന്ന കേരളത്തിലും ഭാരതത്തിലും ടാറിൻ്റെയും സിമൻറ്റിൻ്റെയും നിർമ്മാണ രീതികളും ടെറസ് കെട്ടിടങ്ങളും ഏറെയാണ്. നഗര ചൂട് ലക്ഷണ വ്യവസ്ഥ, അർബൻ ഹീറ്റ് സിൻഡ്രോം എന്ന പ്രതിഭാസത്തിലൂടെ നഗരങ്ങളുടെ താപനില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. വാഹനങ്ങളുടെ പെരുപ്പവും കൂടിയാകുമ്പോൾ പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും അളവ് വളരെ വലുതാണ്. ഇവിടെയാണ് മലിനീകരണ നിയന്ത്രണ ആഗിരണ കഴിവുകളുള്ള വൃക്ഷവൽക്കരണത്തിൻ്റെയും സസ്യവൽക്കരണത്തിൻ്റെയും പ്രാധാന്യം. തണലും മഴയും നല്ല വായുവും എന്നിവയ്ക്കെല്ലാം മരങ്ങൾ അത്യാവശ്യമാണ്. സൂക്ഷ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ദീർഘകാലയളവിൽ സ്ഥൂല കാലാവസ്ഥയും സ്വാധീനിക്കുന്നതാണ്. ഡൽഹിയിലെ ഓക്സിജൻ പാർലറുകളും ഓക്സിജൻ മാസ്കുകളും അവിടുത്തെ അന്തരീക്ഷത്തിന് താപനില ഉയരുന്നതും നാം കാണുന്നില്ലേ? ഓക്സിജൻ പാർലർ സിലിണ്ടർ
ഒരു വർഷത്തെ കണക്കെടുത്താൽ 76,725 രൂപയുടെ ഓക്സിജനാണ് ഓരോ വ്യക്തിയും ഭൂമിയിൽ നിന്ന് ഫ്രീ ആയി എടുക്കുന്നത്. ഇവ സൗജന്യമാണ്, വിലയില്ല. പക്ഷെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷ മലിനീകരണമായാൽ ശുദ്ധവായു ലഭിക്കുവാൻ ഇംഗ്ലണ്ടിലും ചൈനയിലും ഓക്സിജൻ പാർലറുകളും ബൂത്തുകളും പ്രത്യേക മാസ്കുകളും സജ്ജമാക്കിയിട്ടുള്ളതുപോലെ നമുക്കും അങ്ങോട്ട് പോകേണ്ടി വരുമോ? എന്തിനാണ് നാം മരം നടുന്നത്? ഒരു മരം നടൂ, ഒരു തണൽ നേടൂ. മണ്ണിൻ്റെ ചൂട് നിയന്ത്രിക്കുവാൻ, ഹരിതഗ്രഹ പ്രഭാവ പ്രതിഭാസം ഉണ്ടാകാതിരിക്കുവാൻ, നല്ല ഓക്സിജനായി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുവാൻ, വായു മലിനരഹിതമാക്കുവാൻ, ജലം കൂടുതൽ ഉറപ്പാക്കുവാൻ, ഭൂജല സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, മണ്ണൊലിപ്പ് നന്നായി കുറയ്ക്കുവാൻ, ഭൂജല ശേഷി വർദ്ധിപ്പിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ജലസമൃദ്ധി കൂട്ടുവാൻ, നീരൊഴുക്ക് വർദ്ധിപ്പിക്കുവാൻ, ഉറവകൾ ഉണ്ടാകുവാൻ, ഔഷധ സസ്യങ്ങൾക്കായി, വിറകുകൾക്കായി, തടികൾക്കായി നല്ല മഴ ലഭിക്കുവാൻ. കാട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മഴ കൂടുതൽ വരും എന്ന് പഠനങ്ങളുണ്ട്. ഊട്ടിയിലെ പഠനങ്ങൾ അനുസരിച്ച് കാട് കുറയുമ്പോൾ മഴ കുറയാറുമുണ്ട്. ഇനി സാമ്പത്തിക ലാഭത്തിനാണെങ്കിലും ധാരാളം മരങ്ങൾ ആവശ്യമുണ്ട്. നിർമ്മാണ വസ്തുക്കൾക്ക് മരം ആവശ്യമുണ്ട്. കടലാക്രമണം കുറയ്ക്കുവാൻ മരങ്ങൾ ആവശ്യമുണ്ട്. കാറ്റിൻ്റെ ശക്തി പ്രതിരോധിക്കുവാൻ ആവശ്യമുണ്ട്. തീരദേശ മണ്ണൊലിപ്പ് തടയുവാൻ ആവശ്യമുണ്ട്. മണ്ണിൻ്റെ ഉൽപ്പാദനശേഷി കൂട്ടുവാൻ മരങ്ങൾക്ക് കഴിയും. പുതയിടാനുള്ള വസ്തുക്കൾ മരങ്ങളും സസ്യങ്ങളും വഴി ലഭിക്കും. തൊഴിൽ കൂടുതൽ ഉണ്ടാക്കുവാൻ കഴിയും. ജൈവ വൈവിധ്യം നിലനിർത്തുവാൻ കഴിയും. മാനവരാശി ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മരങ്ങൾ അത്യാവശ്യമാണ്. ധാരാളം മരങ്ങൾ വയ്ക്കുക. പ്രായമായവ നമുക്ക് മുറിക്കേണ്ടി വരും. റോഡ് വീതി കൂട്ടുമ്പോൾ, പാലം നിർമ്മിക്കുമ്പോൾ, പുതിയ നിർമ്മാതികൾ വരുമ്പോൾ, നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ചിലപ്പോൾ ചില മരങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരും. മരവൈകാരികതയൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഒരു തൈ കൂടെ നടാൻ 50 മീറ്ററോ 100 മീറ്ററോ അല്ലെങ്കിൽ 40 മീറ്ററോ എത്ര മീറ്റർ ആവട്ടെ റോഡ് പണിയുമ്പോൾ അതിലൊരു 5 മീറ്റർ സ്ഥലം ഹരിത ഭാഗങ്ങൾക്കായി, മരങ്ങൾക്കായി മാറ്റിവെക്കാൻ എന്തേ നമ്മുടെ എഞ്ചിനീയർമാർക്ക് കഴിയുന്നില്ല? ആരാണ് നിങ്ങളെ ഇനി പഠിപ്പിക്കുക? ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ വച്ചിരുന്ന ഭാരതത്തിൻ്റെ ഒരു ധർമ്മമുണ്ടായിരുന്നു. വൃക്ഷപൂജയുണ്ടായിരുന്നു. വൃക്ഷ ആയുർവേദമുണ്ട് ഇവിടെ. ഒരു മരം വയസ്സായി പോയാൽ അതിനെ പുനർജനിപ്പിച്ചു കൊണ്ടുവരാൻ ആയുർവേദ ചികിത്സ ചെയ്തിരുന്ന നാടാണിത്. കാവ് തീണ്ടല്ലേ മക്കളെ, കുളങ്ങളെല്ലാം ഇല്ലാതാകും, കുടിവെള്ളം മുട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്ന് കാവുകൾ സംരക്ഷിച്ചിരുന്ന നാടാണിത്. ധാരാളമായി വീടുകളിൽ വൃക്ഷത്തൈകൾ വെച്ചിരുന്നു. ഔഷധത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്നൊന്നായി നശിച്ചു വരുമ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഫലമായി ഭൂമിക്കാകെ മാറ്റമുണ്ടാവുകയാണ്. ആഗോളതാപനം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഭൂമിക്ക് പനി കൂടുകയാണ്. ചൂട് വല്ലാതെ കൂടുന്നു. 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ചൂടിൻ്റെ അളവൊക്കെ പോയാൽ ഭൂമിയിൽ പിന്നെ മാനവരാശിക്ക് നിലനിൽക്കാനാകുമോ? അങ്ങനെ ലോകമാകെ മാറി ചിന്തിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയെപ്പോലുള്ള സംവിധാനങ്ങൾ, UNEP പോലുള്ള യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ലോകമാകെ ഹരിത ലോകത്തിലേക്ക് നീങ്ങുമ്പോൾ, ഒരു ഹരിത ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കേരളത്തിൽ ഹരിത കേരളം പദ്ധതി നടപ്പിലാവുമ്പോൾ, ഇവിടെ ഏതൊരു ചെറിയ റോഡ് മുതൽ നാഷണൽ ഹൈവേ വരെയുള്ള ഏത് റോഡ് പണിയുമ്പോഴും എന്തിനാണ് ഇത്രയും മരങ്ങൾ മുറിച്ച് തള്ളുന്നത്? ഓരോ മരം മുറിക്കുമ്പോഴും ആ മരത്തിൽ ആവാസ വ്യവസ്ഥയുടെ നഷ്ടപ്പെടുന്നത്. ധാരാളം കിളികൾ, പക്ഷികൾ ഒക്കെ കൂടിയിരിക്കുന്ന സ്ഥലമാണ് മരങ്ങൾ. മലപ്പുറത്തെ റോഡുകൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ, മുറിച്ച് കളഞ്ഞപ്പോൾ എത്ര ജീവികളാണ്, എത്ര പക്ഷികളാണ് മരിച്ചത്? എന്തേ ഭരണകൂടമേ നിങ്ങൾക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല? ഈ രാജ്യത്തെ എഞ്ചിനീയർമാർ ഇനി എന്നാണ് മാറി ചിന്തിക്കുക? ഒരു ഹരിത കേരളത്തിനും കുറിച്ച് നാം പറയുമ്പോൾ ഈ മരങ്ങളാകെ മുറിച്ച് തള്ളുന്നത് എന്തിനാണ്? റോഡ് വക്കിലുള്ള മരങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾക്ക് റോഡ് പണിയുമ്പോൾ റോഡിന് തടസ്സമാണെങ്കിൽ നിലവിലുള്ളത് മുറിച്ച് മാറ്റിക്കോളൂ. പക്ഷെ വളരെ ശാസ്ത്രീയമായി, വളരെ സമഗ്രമായി നിരവധി തൈകൾ വച്ചുപിടിപ്പിക്കണം. അതിനുവേണ്ടി പ്രാദേശിക കമ്മിറ്റികളെ പ്രയോജനപ്പെടുത്തണം. നാഷണൽ കേഡറ്റ് കോർപ്സ്, NCCയെയും നാഷണൽ സർവീസ് സ്കീം NSSനെയും
ഭൂമിത്ര സേനയെയും പരിസ്ഥിതി ക്ലബ്ബുകളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെയും അങ്ങനെ തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളെയും ജനകീയ സംവിധാനങ്ങളെയും ഈ മരങ്ങളുടെ സുരക്ഷ ഏൽപ്പിക്കണം. നമുക്ക് വേണം ഒരു ഹരിതവൽക്കരണത്തിൻ്റെ പുതിയ രൂപങ്ങൾ. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, തൈകൾ വെച്ച് പിടിപ്പിക്കണം. റോഡുകളുടെ ഭാഗമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർബന്ധമായും ട്രീ ഓഡിറ്റ് ചെയ്യണം. ട്രീ ഓഡിറ്റ് നടത്തി എത്രയാണ് മരങ്ങളൊന്ന് കണ്ടെത്തി അതിന് പകരം എത്ര വെക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പ്ലാന് കൂടി ചേർത്തുകൊണ്ട് മാത്രമേ ഇനി റോഡ് നിർമ്മാണം അനുമതി കൊടുക്കാവൂ. തീർച്ചയായിട്ടും ട്രീ ഓഡിറ്റ് നടത്തി, എൻവയോൺമെന്റൽ ഓഡിറ്റ് നടത്തി